ആദ്യം തയ്യൽ മെഷീൻ, പിന്നെ ലാപ്ടോപ്പ്, ഒടുവിൽ സ്കൂട്ടർ. ഇതാണ് അനന്തു കൃഷ്ണന്റെ തട്ടിപ്പ് മോഡൽ. എല്ലാം സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് നൽകും. പണപ്പിരിവിന് സംസ്ഥാന വ്യാപകമായി സൊസൈറ്റികൾ ഉണ്ടാക്കി. പ്രാദേശിക ജനപ്രതിനിധികൾ മുതൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ വരെ തട്ടിപ്പിന് ആയുധമാക്കി. വിവിധ പദ്ധതികളുടെ പേരിൽ ഇയാൾ 300 കോടിയിലേറെ രൂപ പിരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ഇതാണ് തട്ടിപ്പിന്റെ ഹിറ്റായ മോഡൽ. സ്വർണം പണയപ്പെടുത്തിയും പഴയ വാഹനങ്ങൾ വിറ്റും ഇതിന് പണം നൽകിയ സ്ത്രീകൾ നിരവധിയാണ്. 60,000 രൂപയാണ് സ്കൂട്ടറിന് വേണ്ടി അനന്തു കൃഷ്ണൻ വാങ്ങിയിരുന്നത്. പണം അടപ്പിച്ചിരുന്നത് ഇയാളുടെ 3 കമ്പനികളുടെ പേരിലുള്ള അക്കൗണ്ടുകളിലേക്കും. 45 ദിവസത്തിനകം സ്കൂട്ടർ നൽകും. ഇതായിരുന്നു വാഗ്ദാനം. ഇത് 9 മാസം വരെ നീണ്ടുപോയപ്പോഴാണ് പരാതികൾ വന്നത്. നമ്മുടെ വിശ്വസ്തയിലേക്കായിട്ട് കുറച്ച് മറ്റേ തയ്യൽ മെഷീനും കുറെ ലാപ്ടോപ്പൊക്കെ വിതരണം ചെയ്യാനുണ്ടായി. അപ്പൊ നമ്മൾ ശരിക്കും അത് വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം. 45 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ക്ലിയർ ആവും, അതിന്റെ ഉള്ളിൽ വണ്ടി തരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കിട്ടാണ്ടായപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി റിട്ടേൺ കൊടുത്തു. ഡിസംബർ മാസത്തിൽ അവരുടെ സീഡ് സൊസൈറ്റിയുടെ ഓഫീസിൽ പോയി റിട്ടേൺ കൊടുത്തു. അതിനും അവർ റിപ്ലൈ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ 10 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു ആയിട്ടില്ല, 23-ാം തീയതി ആവും എന്ന് പറഞ്ഞു. 23-ാം തീയതി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതും ആയിട്ടില്ല, ജനുവരി മാസത്തിലാവും എന്ന് പറഞ്ഞു. ഇപ്പൊ ജനുവരി മാസത്തിൽ ചിലപ്പോൾ അവരുടെ സീഡ് സൊസൈറ്റി അടച്ചേ ഇട്ടേക്കാം. അച്ഛൻ്റെ ഒരു സ്വർണ്ണശാല ഉണ്ടാകുന്നതാണ്, പണയം പറ്റൂ, വേറെ ആരുടെ ചുറ്റുകൂടിയാണ് എല്ലാം കൂടി ഒപ്പിച്ച് കൊടുക്കുക. അനന്തു കൃഷ്ണനുമായി ചേർന്ന പകുതി വിലയ്ക്ക് സ്കൂട്ടർ വിതരണം ചെയ്തിരുന്ന രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. സ്വന്തം NGO വഴിയാണ് ഇവർ സ്കൂട്ടറുകൾ വിതരണം ചെയ്തിരുന്നത്. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അനന്തു കൃഷ്ണൻ ഈ തട്ടിപ്പ് പദ്ധതികളെല്ലാം നടപ്പാക്കിയത്. എന്നാൽ ഇതുവരെ ഇയാൾക്ക് 1 രൂപ പോലും CSR ഫണ്ട് കിട്ടിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. മൂവാറ്റുപുഴ സ്റ്റേഷനിൽ മാത്രം 1200-ലധികം പേർക്ക് സ്കൂട്ടർ കിട്ടിയില്ല എന്ന പരാതി ലഭിച്ചിട്ടുണ്ട്. ഗൃഹോപകരണങ്ങൾ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവയുടെ പേരിൽ പണം വാങ്ങി ഉൽപ്പന്നം നൽകാത്തതിന്റെ കണക്ക് വേറെയും. തട്ടിപ്പിന്റെ കാര്യത്തിൽ മോൻസൺ മാവുങ്കലിനെയും കവച്ചുവെക്കുന്നതാണ് അനന്തു കൃഷ്ണന്റെ മോഡൽ. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.